ഇതെന്ത് കോലമാടാ? നിനക്കെന്താ പറ്റിയേ? നിന്റെ ഡ്രസ്സൊക്കെ വല്ലാതെ മുഷിഞ്ഞിരിക്കുന്നല്ലോ. അത് പിന്നെ ഒന്നും പറയണ്ട ചേച്ചി. ഞാൻ യാത്ര ചെയ്തിരുന്ന ബൈക്ക് ഒരിടത്ത് മറിഞ്ഞു. എന്നിട്ട്? ഒന്നും പറ്റിയൊന്നുമില്ല. ദേഹത്താകെ ചെളി പറ്റി, അത്രേ ഉള്ളൂ. എടാ മധുരം കഴിക്ക. ഇതെന്താ മധുരമൊക്കെ? ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മൈഥിലി ഗർഭിണിയാ. എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതില് നിനക്ക് സന്തോഷമില്ലേ? സന്തോഷം തന്നെയാ. പിന്നെ കഴിക്ക. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ പറഞ്ഞില്ലേ, ബൈക്കിൽ നിന്ന് വീണിട്ട് ഹോസ്പിറ്റൽ, പിന്നെ ഇങ്ങോട്ട്. ഇത് ബൈക്കിൽ നിന്ന് വീണൊന്നുമല്ല, ആരോ തല്ലിയതാ. നീ നിന്റെ ഗേൾഫ്രണ്ടായിട്ട് ഒളിച്ചോടാൻ നോക്കിയോ? എന്നിട്ട് അവരുടെ ആൾക്കാർ നിന്നെ പിടിച്ച് പൂശിയോ? പുതിയ തലമുറയിലെ ആദ്യത്തെ കുഞ്ഞ് ഇവിടെ ജനിക്കാൻ പോകുന്നത്. അതിന്റെ ആഘോഷങ്ങളെല്ലാം ഗംഭീരമായിരിക്കണം. കുടുംബക്ഷേത്രത്തിൽ പോയി മതി, നന്ദിനി വന്നിട്ട് മതി ആഘോഷങ്ങളൊക്കെ. ഇവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ. നന്ദിനിയുടെ പ്രാർത്ഥനയുടെയും വഴിപാടിന്റെയും ഒക്കെ ഫലം കൂടിയായി ഈ സന്തോഷം. എന്തെല്ലാം ചെയ്യണമെന്ന് അവളും കൂടി വന്നിട്ട് തീരുമാനിക്കാം. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നന്ദിനി വരാതെ ഇവിടെ എന്തെങ്കിലും നടക്കുവോ? അതെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആ ചോദ്യം വേണ്ട. മൈഥിലി, ഞാൻ കേട്ടത് സത്യം തന്നെയാണോ? മൈഥിലി ചോദിച്ചത് കേട്ടില്ലേ? അതെ, ടെസ്റ്റ് പോസിറ്റീവാ. നീ പ്രഗ്നന്റ് ആയ നമ്മുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെ നടക്കും? നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്തതാ. ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് നിനക്ക് എന്നോടുള്ള സ്നേഹം കുറയോ? ഇല്ല ഇല്ല, ഞാൻ സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്, നിന്നെ മാത്രം. നോക്ക്, നീയില്ലാതെ ഈ ജന്മം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ മാത്രമായിരുന്നു എൻ്റെ ലോകം. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ നീ ഇല്ലാതാക്കണം. മൈഥിലി, മൈഥിലി, അയ്യോ, മൈഥിലി, കാർത്തിക് വരുന്നു. നീ എങ്ങോട്ടെങ്കിലും ഒന്ന് വിളിക്ക്. മൈഥിലി, വേഗം. മൈഥിലി. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നെ? ഇന്ന് നമുക്ക് രണ്ടുപേർക്കും എന്ത് സന്തോഷമുള്ള ദിവസമാണല്ലേ? ഈ കാര്യം അറിഞ്ഞപ്പോ മുതല് നിന്നെ ഞാൻ ശ്രദ്ധിക്കുക. നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷനുണ്ട്. എന്തിന്? ഞാൻ പറയുന്നത് കൊണ്ട് കാർത്തിക്കിനൊന്നും തോന്നരുത്. നമുക്കിപ്പോ ഈ കുഞ്ഞിനെ വേണോ?
വളരെ പെട്ടെന്നായി പോയോന്ന് എനിക്കൊരു തോന്നൽ. നിർത്ത. ഇനി ഒരിക്കൽ കൂടി ഈ വാക്ക് നീ ആവർത്തിക്കരുത്. ഇത് നമുക്ക് ദൈവം തന്ന സമ്മാനമാ. ദൈവത്തിന്റെ സമ്മാനം വേണ്ടെന്ന് പറയുന്നത് ദൈവം നിന്നയാ. ഈ ചെമ്പകമംഗലത്തെ കൊച്ചുമക്കളിൽ എനിക്ക് ആദ്യം കുഞ്ഞുണ്ടാവാൻ പോകുന്നത്. അപ്പം ഇവിടെ എല്ലാവരും അതിൻ്റെ സന്തോഷത്തില്. പ്രത്യേകിച്ച് ഇതറിയുമ്പോൾ എൻ്റെ ദേവമ്മയുടെ സന്തോഷം. നീ കുഞ്ഞിനെ പ്രസവിച്ച് എൻ്റെ ദേവമ്മയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി. ദേവമ്മ അതിനെ വളർത്തിക്കോളും പൊന്നുപോലെ. വരൂ, ഇനി കുറേ നാളുകൾ സൂക്ഷിച്ച് വേണം സ്റ്റെപ്പ് കയറാൻ. വാ വാ മോളൂ. പ്രശ്നമായല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇറങ്ങി വാ. ഇതാണോ നിങ്ങളുടെ വീട്? അതെ. ഞാൻ പറഞ്ഞതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു കാരണവശാലും നീ ആരാണെന്ന് ഇവിടെയുള്ള ഒരു മനുഷ്യരെ പോലും അറിയരുത്. വാ. അപ്പൊ നിങ്ങൾ വലിയ പണക്കാരിയല്ലേ? ചുമ്മാതല്ല നിങ്ങളുടെ കയ്യിൽ ഇത്തരം തരികിടകൾ ഉള്ളത്. ദേ, ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുന്നു, കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടുകുടുംബം ഇത്. പലരും പല സ്വഭാവക്കാരാ. പലതും നിന്നോട് ചോദിക്കും. നീ ഒരു കാര്യവും വിട്ടുപറയാൻ പാടില്ല. ഇത്രയും വലിയൊരു കുടുംബത്തിൽ ജനിച്ചിട്ടും നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെയായത്? നിങ്ങൾ നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ അമ്മയുടെ ജീവിതം തകർക്കില്ലായിരുന്നു. എന്നെക്കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണകളൊക്കെ നീ തൽക്കാലം നിന്റെ മനസ്സിൽ തന്നെ വെച്ചോ. എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ നീ എനിക്ക് വാക്ക് തരണം. നീ ആരാണെന്നുള്ള കാര്യം ഇവിടെ രഹസ്യമായിരിക്കണം. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, നിന്റെ അച്ഛന് വേണ്ടിയാ. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് വരുന്നവരെ നിന്നെ ഞാൻ സഹിക്കും. നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാ സഹിക്കേണ്ടത്. ദൈവമേ, കുറച്ചു നാളെങ്കിലും ഈ സ്ത്രീയുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? അധികം സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ എനിക്ക് വാക്ക് തരണം. ഇവിടെ നിൽക്ക. നന്ദിനി എത്തിയോ? ദേവമ്മ,
അല്ല നീ എന്താ എത്ര വരാൻ വൈകിയത്? പറയാം. എന്റെ നന്ദിനി മോൾ ഇവിടെ ഇല്ലാത്തോണ്ട് 2 ദിവസം ഞാൻ ശരിക്കും അനുഭവിച്ചു. എനിക്കൊരു കാപ്പി ഇട്ട് തരാൻ പോലും ഇവിടെ ഒരുത്തിക്കും അറിയില്ല. എന്തായാലും എന്റെ മോളിഞ്ഞെത്തിയല്ലോ. സ്വന്തം മകളായ ഞാനിവിടെ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ മുതിർന്ന വേലക്കാരിയെ മകളെന്ന് വിളിക്കുന്നത്. നന്ദിനിയിടത്തി വൈകിയതിന്റെ കാരണം പറഞ്ഞില്ലല്ലോ. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോ അല്പം വൈകിപ്പോയി. അതാ താമസിച്ചത്. അമ്മ ക്ഷമിക്കണം. വൈകിപ്പോയതൊന്നും സാരമില്ല. നന്ദിനി ഏതായാലും നല്ല സമയത്താ വന്നത്. ഇവിടെ എല്ലാരും വളരെ സന്തോഷത്തിലാ. നമ്മുടെ കാർത്തിക്കേ ഒരു അച്ഛനാകാൻ പോവാ. ദൈവമേ, മുനി കാർത്തിക്, ദൈവമ്മയുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു അമ്മേ. അവരെന്തിനാ എന്നെ പുറത്ത് നിർത്തിട്ട് പോയത്? അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. മൈഥിലി മോളെ, നിനക്കും എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. അല്ല, ഇതേതായി പെൺകുട്ടി? ഇതെന്റെ സ്വപ്നത്തിലെ വീടും സങ്കല്പത്തിലെ മനുഷ്യരുമാണല്ലോ. വാട്ട് എ സർപ്രൈസ്. എന്റെ ഒരു സങ്കല്പമാ. മനസ്സിലുള്ള ആഗ്രഹം ബോർഡിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പേരൊക്കെയുള്ളൊരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കാനും വേണം ഒരു ഭാഗ്യം. നന്ദിനി ചോദിച്ചു കേട്ടില്ലേ? ഇവള് എന്റെ കൂടെ വന്നതാ. എന്റെ കൂട്ടുകാരിയുടെ മകൾ മീനാക്ഷി. അല്ല, ആരോ മരിച്ചെന്ന് പറഞ്ഞല്ലോ. ആരാ മരിച്ചത്? മരിച്ചത് എന്റെ അമ്മയാ. ആ കുട്ടി തന്നെയല്ലേ ഈ കുട്ടി? ഇവളെല്ലാം അമ്പലത്തിൽ വെച്ച് കണ്ടതാ. ഇവളോ എന്നെ ഒരു കള്ളനാക്കി നാട്ടുകാർക്ക് ഇട്ടുകൊടുത്ത ദുഷ്ട. അല്ല കുട്ടി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ശരിക്കും നിന്റെ അമ്മ മരിച്ചു പോയോ? അപ്പോ നിനക്ക് ഇവിടെ നേരത്തെ പരിചയമുണ്ടോ? ഏയ് അല്ല, പരിചയമൊന്നുമില്ല. എനിക്ക് ഒരു പരിചയവുമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവരിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇവരെല്ലാവരും എന്റെ ബന്ധുക്കളാണോ അതോ ശത്രുക്കളാണോ? അല്ല, മനസ്സിലായില്ല. ഈ കുട്ടി എന്താ ഏട്ടത്തിനോട് ഇങ്ങോട്ട് പോകുന്നത്?
അതെ, ഞാനും അതിനെ ചോദിക്കാൻ ഒരുങ്ങുമായിരുന്നു. അമ്മേ, ഇവൾക്കിപ്പോ ആരുമില്ല. അനാഥയായ ഇവളെ ഒറ്റയ്ക്കിട്ടിട്ട് പോരാൻ എന്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. ഇവൾക്ക് അച്ഛനും ഇല്ല. ഇവളുടെ അച്ഛനും മരിച്ചോ? അല്ല, അത് അച്ഛൻ മരിച്ചിട്ടില്ല. പക്ഷേ ഇവളോടൊപ്പം ഇല്ല. അതുകൊണ്ട് ഞാൻ ഇവളെ കൂടെ കൊണ്ടുവന്നു. ഈ വയ്യാവേലികളൊക്കെ എടുത്ത് ചെമ്പകമംഗലത്ത് വെക്കുന്നതിനാ? നീ ഒന്നും മിണ്ടാതിരിക്കും. പിന്നെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അമ്മയുണ്ട്. അമ്മേ, വളരെ മോശമായ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ചുറ്റുപാടും നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഈ പ്രായത്തിലുള്ളൊരു പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോന്ന എന്താ സംഭവിക്കാന്നറിയില്ല. മരണം വരെ സംഭവിച്ചേക്കാം. എനിക്ക് അമ്മയാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും എന്റെ മകളാകാനുള്ള പ്രായമുണ്ട് ഇവൾക്ക്. ഇവളെ തെരുവിലേക്ക് എറിയാനുള്ള മനസ്സെനിക്കില്ല. എന്റെ കൂട്ടുകാരിയുടെ മകളായി പോയില്ലേ ഇവൾ. അതുകൊണ്ട് ഇവളെ ഇവിടെ താമസിപ്പിക്കണമെന്നാണോ? അക്കാര്യം മുത്തശ്ശിയല്ലേ തീരുമാനിക്കേണ്ടത്? അമ്മേ, ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിക്കണം. എന്റെ അപേക്ഷയാണ്. നന്ദിനി, ഇക്കാര്യത്തിൽ നീ എന്നോട് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെയും കൂടെ വീടാ. നിനക്ക് എന്ത് തീരുമാനവും എടുക്കാം. നിന്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുന്നവരാ ഇവിടെ ഞങ്ങളെല്ലാവരും. അല്ല, കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞത്? മീനാക്ഷി. മീനാക്ഷിക്ക് തൽക്കാലം ഇവിടുത്തെ ഔട്ട് ഹൗസ് കൊടുക്കാം. അവിടെ താമസിക്കാം. അമ്മ മരിച്ചതിന്റെ പൊലയുണ്ട് 16 ദിവസം. അതുവരെ അവിടെ താമസിച്ചാ മതി. സാവിത്രി, എന്താ അമ്മേ? പൂജാമുറി പോയി പുണ്യം എടുത്തോണ്ടോ. കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? ഇവർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കരുതല്ലോ. അമ്മയുടെ പേര് മഹാലക്ഷ്മി. ദേ, നന്ദിനി പറഞ്ഞോണ്ട് മാത്രമാ നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നത്. മോള് പേടിക്കണ്ട. നന്ദിനി ഒരു കാര്യം പറഞ്ഞാ ഈ വീട്ടിൽ ആരും എതിർക്കില്ല. ഈ വീട്ടിലുള്ളവർക്കെല്ലാം ഈ സ്ത്രീയോട് ഇത്രയ്ക്ക് ഇഷ്ടമാണോ? ദാമേ പുണ്യാഹം. നന്ദിനി, ഇനി നീ ഇവിടെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുവയ്ക്കും. വരൂ മീനാക്ഷി. നിക്ക്. ഈ തറവാടിലെ പരമ്പരാഗതമായ ചില ആചാര മര്യാദകളൊക്കെ ഉണ്ട്. ഇവിടെ താമസിക്കുമ്പോ അത് പാലിച്ചേ പറ്റൂ. അതെന്തൊക്കെയാണെന്ന് നന്ദിനി പറഞ്ഞു തരും. വാ. ഇതെന്ത് വീടാ, എന്തൊരാളുകളാ! ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണല്ലോ ഈ സ്ത്രീ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്.
ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു സംശയം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഞാൻ ആരാണെന്ന സത്യം ഇവിടെ പറയരുതെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. ആ കാര്യമൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്തായാലും നീ വാക്ക് തന്നെയല്ലേ അത് പറയില്ലെന്ന്. വാക്കൊക്കെ തന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനാ ആ കാര്യം ഒളിപ്പിച്ചു വെക്കുന്നത്? അതിവിടെ എല്ലാവരോടും പറഞ്ഞാൽ എന്താ കുഴപ്പം? മിണ്ടി പോരുത്. നീ വാക്ക് മാറുന്നോ? എത്ര നാൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്റെ വാ അടപ്പിച്ചു വെക്കാൻ പറ്റും? എന്റെ അച്ഛനുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അവിഹിത ബന്ധം